വയലും വീടും. ജീവനാദം. കേരള വെറ്ററിനറി സർവകലാശാലയുടെ റേഡിയോ പ്രക്ഷേപണ പരിപാടി. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല വയലും വീടും ജീവനാദം പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മനോഹരമായ ഈ ലോകം മുഴുവൻ വളരെ നല്ലത് തന്നെ. കാരണം അത് നമുക്ക് പരോപകാരം ചെയ്യാൻ സമയവും സന്ദർഭവും അരുളുന്നു. ഈ മഹത് വചനത്തോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ കാലികം ജീവജാലകം, ഇന്നത്തെ മൃഗവിശേഷം, ഞാനും എൻ്റെ ഓമനയും, ഇന്നത്തെ വിഭവം, ഏകാരോഗ്യം, അറിയിപ്പുകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം കാലികം ജീവജാലകം. പന്നി വളർത്തൽ വ്യവസായ മേഖലയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന മാരകമായ ഒരു വൈറൽ രോഗമാണ് ആഫ്രിക്കൻ പന്നിപ്പനി. മരണനിരക്ക് കൂടുതലുള്ള ഈ രോഗത്തിന്റെ തീവ്രതയാൽ മൃഗങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയും വ്യാപാര നിയന്ത്രണ മേഖല താളം തെറ്റുകയും ചെയ്യുന്നു. കർശനമായ ജൈവ സുരക്ഷാ മാർഗങ്ങൾ അവലംബിച്ച് മൃഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വളർത്തുപന്നികളെയും കാട്ടുപന്നികളെയും ബാധിക്കുന്ന ആഫ്രിക്കൻ പന്നിപ്പനിയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് രോഗത്തിന്റെ നേരത്തെയുള്ള കണ്ടെത്തലിനും ഫലപ്രദമായ നിയന്ത്രണ നടപടികൾക്കും നിർണായകമാണ്. ആഫ്രിക്കൻ പന്നിപ്പനിയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ നടപടികൾ ഇവയെക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ പ്രസന്ന KS ആണ്. ശ്രദ്ധിക്കൂ. നമ്മുടെ നാട്ടിൽ പന്നി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ ആകമാനം ഭീതിയിലാക്കിയിരിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ. ഇത് ASF എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. വളർത്തു പന്നികളെയും കാട്ടുപന്നികളെയും ബാധിക്കുന്ന ഈ രോഗം മനുഷ്യരെ ബാധിക്കാറില്ല. അസ്ഫർ വൈറയുടെ കുടുംബത്തിൽപ്പെടുന്ന ആസ്ഫി വൈറസ് എന്ന പേരിലുള്ള ഒരു DNA വൈറസാണ് രോഗമുണ്ടാക്കുന്നത്. നാസാരന്ധ്രങ്ങളിൽ കൂടി ശരീരത്തിൽ എത്തിപ്പെടുന്ന വൈറസുകൾ ടോൺസിൽ, ലിംഫ് ഗ്രന്ഥികൾ എന്നിവയിൽ കയറിപ്പറ്റി പെറ്റുപെരുകി അതിവേഗം ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിച്ച് രക്തസ്രാവമുണ്ടാക്കുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച പന്നികളുടെ ശരീരസ്രവങ്ങളിലെല്ലാം തന്നെ വൈറസുകൾ കാണപ്പെടാറുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പന്നി വളർത്തൽ മേഖലകളെ അതിതീവ്രമായി ബാധിച്ചു കഴിഞ്ഞ ഈ രോഗം 2022 മുതലാണ് കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പല ജില്ലകളിലും ASF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതീവ മാരകമായ ഈ വൈറസ് രോഗത്തിന് നിലവിൽ ഫലപ്രദമായ ചികിത്സകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം രോഗത്തിനെ പ്രതിരോധിക്കുക എന്നത് അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണ്. അതിനായി രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കർഷകർ മനസ്സിലാക്കിയിരിക്കണം. തുടക്കത്തിൽ ഉയർന്ന തോതിലുള്ള പനി, ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത എന്നിവ കാണപ്പെടുന്നു. പിന്നീട് കടുത്ത ക്ഷീണം ബാധിക്കുന്ന മൃഗങ്ങൾ കിടപ്പിലാവുകയും അതേ കിടപ്പിൽ തന്നെ മരണപ്പെടുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഛർദി, വയറിളക്കം എന്നിവയും കണ്ടേക്കാം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുവപ്പ് കലർന്ന നീലനിറം പ്രത്യേകിച്ചും ചെവി, വയറ്, കാലുകൾ എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. താമസിയാതെ ശ്വാസതടസ്സമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ദിവസം പ്രതി 5-10 പന്നികൾ ചത്തുവീഴുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതീവ ഗുരുതരമായ ASF എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്ന് നോക്കാം. രോഗം ബാധിച്ച പന്നികളുമായുള്ള നേരിട്ടും പരോക്ഷമായും ഉള്ള സമ്പർക്കം തന്നെയാണ് പ്രധാന കാരണം. രോഗം വന്ന മൃഗങ്ങളുടെ മാംസവും അതിൻ്റെ ഉൽപ്പന്നങ്ങളും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതും രോഗം പടർന്നു പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. മലിനമായ ഭക്ഷണം, പ്രത്യേകിച്ചും ഹോട്ടൽ വേസ്റ്റ് അങ്ങനെ തന്നെ നൽകുന്നത് രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. രോഗം ബാധിച്ച ഫാമുകളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ വരുന്ന ആൾക്കാർ
വാഹനങ്ങൾ എന്നിവ വഴിയും രോഗം അതിവേഗം പടരുന്നതിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ASFനെ പ്രതിരോധിക്കുന്നതിനായി കർഷകർ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പന്നി ഫാമുകളിലേക്ക് അന്യരുടെ പ്രവേശനം നിർബന്ധമായും നിരോധിക്കുക എന്നത് തന്നെയാണ്. മലിനമായ ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക. വാഹനങ്ങളും മറ്റു ഉപകരണങ്ങളും പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലുള്ള അണുനാശകങ്ങൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക. പന്നികളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ വിവരം അറിയിച്ച് സത്വര നടപടികൾ കൈക്കൊള്ളുക. ഒരു കാരണവശാലും രോഗം വന്ന മൃഗങ്ങളുടെ മാംസം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടുള്ളതല്ല. രോഗം ബാധിച്ച മൃഗങ്ങളുള്ള പന്നി ഫാമിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ പന്നികളെയും നശിപ്പിക്കേണ്ടി വരും. കൂടാതെ 10 കിലോമീറ്റർ പരിധിയിൽ പന്നികളുടെ കൈമാറ്റവും ഗതാഗതവും നിയന്ത്രിക്കുകയും വേണം. പന്നി ഫാമുകളിൽ അതീവ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു വൈറസ് രോഗമായതിനാൽ തന്നെ ചികിത്സാ രീതികളൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലില്ല. അതിനാൽ രോഗത്തിനെതിരായ വാക്സിൻ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ രോഗപ്രതിരോധ നടപടികൾക്ക് തന്നെയാണ് നാം പ്രാമുഖ്യം നൽകേണ്ടത്. കർഷകരുടെ അറിവും ജാഗ്രതയും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആഫ്രിക്കൻ സ്വൈൻ ഫീവറിനെ പ്രതിരോധിക്കുന്നതിനായി സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ കർഷക കൂട്ടായ്മയും ഒരുപോലെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പന്നി വളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ കർഷകരും ആഫ്രിക്കൻ പന്നിപ്പനിയിൽ നിന്നും അവരുടെ മൃഗങ്ങളെയും ഫാമുകളെയും സംരക്ഷിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. അതിനാവശ്യമായ വിവരങ്ങളെല്ലാം ഈ പ്രഭാഷണത്തിലൂടെ ഏവർക്കും ലഭിച്ചു കാണുമല്ലോ. ആഫ്രിക്കൻ പന്നിപ്പനിയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ പ്രസന്ന KS. ഇന്നത്തെ മൃഗവിശേഷം. ഏത് പ്രായത്തിലുള്ള മൃഗങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗബാധയാണ് വിരശല്യം. നേരിയ അസ്വസ്ഥത മുതൽ കഠിനമായ രോഗം വരെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകുന്നു. പരാത രോഗങ്ങൾക്കെതിരായ പോരാട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പാരാസൈറ്റോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്യാമള K സംസാരിക്കുന്നു. ശാസ്ത്രീയമായ മൃഗപരിപാലനത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് പരാദങ്ങൾക്കെതിരെയുള്ള ചികിത്സ. ആവാസത്തിനും ഭക്ഷണത്തിനുമായി അന്യജീവികളെ ആശ്രയിക്കുന്നവയാണ് പരാദങ്ങൾ. ഇവ തന്നെ ഏകകോശ ജീവികൾ, വിരകൾ, സന്ധിപാത ജീവികൾ എന്ന് പലതരത്തിലുണ്ട്. വിരകൾ തന്നെ പ്രധാനമായും ഉരുളൻ വിരകൾ, നാടവിരകൾ, പത്രവിരകൾ എന്ന് 3 തരത്തിൽ കാണാം. ഏതെല്ലാം അവയവങ്ങളെയാണ് ഇവ ബാധിക്കുന്നതെന്നും എന്തെല്ലാം ക്ഷതികങ്ങൾ ഇവ ഉണ്ടാക്കുന്നു എന്നതിനും അനുസരിച്ച് പലപ്പോഴും വിരബാധയുടെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതിനാൽ വിരമരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് കർഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആഗോളതലത്തിൽ തന്നെ കന്നുകാലികളെ, പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട് എന്നിവയെ ബാധിക്കുന്നതും ഏറെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതുമായ ഒരു പരാത രോഗമാണ് ഉരുളൻ വിരബാധ. വിരബാധ മൂലം ഉരുക്കളിൽ വളർച്ചക്കുറവ്, ചെറുപ്രായത്തിലെ ഉയർന്ന മരണനിരക്ക്, മാംസം, പാലുൽപാദനം എന്നിവയുടെ ഗണ്യമായ കുറവ്, വിശപ്പില്ലായ്മ, ക്ഷീണം, വയറിളക്കം എന്നീ ലക്ഷണങ്ങൾ വിരബാധയുമായി ബന്ധപ്പെട്ട് കാണുന്നു. വിരബാധയുള്ള ഒരു ഉരുവിന് ശരിയായ തോതിൽ ശരിയായ സമയത്ത് വിരമരുന്ന് നൽകുകയാണെങ്കിൽ രോഗബാധയുടെ വ്യത്യാസവും ഉരുവിന്റെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടുന്നതും കർഷകന് വ്യക്തമായി മനസ്സിലാക്കാനാകും. ഇതുകൊണ്ട് തന്നെ കർഷകർ സ്വയം ഉരുക്കൾക്ക് വിരമരുന്ന് നൽകുന്ന ഒരു ശീലവും ഇവിടെ ഉടലെടുത്തു. മൃഗങ്ങളിൽ കാണുന്ന ഏതൊരു രോഗത്തിനും ആദ്യം തന്നെ വിരമരുന്ന് നൽകുക, പശുക്കിടാങ്ങളിലും കിടാരികളിലും ആടിനും മറ്റും മാസം തോറും വിരമരുന്ന് നൽകുക എന്നീ ശീലങ്ങൾ കർഷകർ നമ്മുടെ നാട്ടിൽ അനുവർത്തിക്കുന്നു. ഇത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, വിരകളിൽ വിരമരുന്നുകൾക്കെതിരെയുള്ള ആർജിത പ്രതിരോധ ശേഷിക്കും കാരണമാകുന്നു. വിരകൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിനാൽ ഓരോ തരം വിരകൾക്കും ഓരോ തരം മൃഗങ്ങളിൽ വിരമരുന്നിന്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മൃഗങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് വേണം വിരമരുന്നുകൾ നൽകാൻ.
ശരിയായ തോതിൽ കുറവ് വിരമരുന്ന് നൽകുന്നത് വിരബാധ മാറാതിരിക്കാനും കൂടാതെ വിരമരുന്നുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷി വിരകളിൽ ആർജിക്കുന്നതിനും കാരണം ആകുന്നു. ഇതിനു പുറമെ വിരമരുന്നുകൾ നൽകുന്ന രീതിയിലും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുളിക രൂപത്തിലുള്ള വിരമരുന്നുകളാണ് കുത്തിവയ്പ്പിന്റെ രീതിയിലെ തൊലിപ്പുറത്ത് ഒഴിക്കുന്നവയേക്കാൾ ഏറെ ഫലപ്രദം. ഇതിനു പുറമെ വിരമരുന്നുകൾ നൽകുന്ന സമയവും പ്രാധാന്യം അർഹിക്കുന്നു. ശരിയായ തോതിൽ വിരമരുന്നുകൾ ആഗിരണം ചെയ്യപ്പെടുന്നതിനായി 12 മുതൽ 24 മണിക്കൂർ പരുഷാഹാരം നൽകാതെ വേണം ചികിത്സ. ഗുളികകൾ തൊണ്ടയോട് ചേർത്ത് നിക്ഷേപിക്കുന്നത് ഉത്തമം. ഒരു ഫാമിൽ 100 ഉരുക്കൾ ഉണ്ടെന്നിരിക്കെ 20%-ലാവും 80% വിരകളും എന്നതിനാൽ കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു പോരുന്ന എല്ലാ മൃഗങ്ങൾക്കും ഒരേ സമയം വിരചികിത്സ തീർച്ചയായും അനുവദിക്കേണ്ടതില്ല. വിരചികിത്സ ആവശ്യമുള്ളവയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ടാർഗറ്റഡ് സെലക്റ്റീവ് ചികിത്സാ രീതിയാണ് അവലംബിക്കേണ്ടത്. വർഷാവർഷം വിരമരുന്നുകൾ മാറി ഉപയോഗിക്കുന്നതും നല്ലത്. കാലാവസ്ഥയും വിരകളുടെ ജീവിതചക്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഉരുളൻ വിരകളുടെ ലാർവയും മറ്റും കൂടുതലായി കാണപ്പെടുന്ന മഴക്കാലത്തു മാത്രമേ വിരചികിത്സ ആവശ്യമായി വരുന്നുള്ളൂ. ഇതുതന്നെ മഴക്കാലം തുടങ്ങി 1.5 മാസത്തിനു ശേഷം മതി വിരചികിത്സ. സുസ്ഥിര പരാത നിയന്ത്രണത്തിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. നല്ല മാംസ്യം അടങ്ങിയ ഭക്ഷണം ലഭ്യമാക്കിയാൽ മൃഗങ്ങൾ സ്വയം പരാതബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നതായി കാണാം. കന്നിപ്പാൽ കിടാങ്ങൾക്ക് നൽകുന്നതിലും കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഞവണികളിലൂടെ പകരുന്ന പണ്ടപ്പുഴുബാധ, ഷിസ്റ്റോസോമ രോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനായി അത്തരം ഞവണികൾ ഉള്ള പാടശേഖരങ്ങളിൽ മേയാൻ ഉരുക്കളെ വിടരുത്. നാടവിരകളുടെ ശൈശവദശാവാഹകരായ പുൽമണ്ടരികളും ഉരുളൻ വിരകളുടെ ലാർവകളും പുല്ലിൽ ധാരാളമായി കാണപ്പെടുന്ന അധികാലത്തും സന്ധ്യ മയങ്ങിയ സമയത്തും ഉരുക്കളെ പുല്ലുമേയാൻ അനുവദിക്കരുത്. വിരകൾക്കെതിരായ പ്രതിരോധശേഷിയിൽ ജനിതക ഘടനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അതിനാൽ പ്രജനനത്തിനായി ഉരുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ളവയെ വേണം ഉപയോഗിക്കുവാൻ. വിരചികിത്സയ്ക്കുള്ള ഏറ്റവും ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗം വിരമരുന്നുകളുടെ ഉപയോഗമാണെന്നിരിക്കെ കർഷകർ വളരെ ശ്രദ്ധാപൂർവം ആവശ്യത്തിനു വേണ്ടി മാത്രമേ വിരചികിത്സ നടത്താവൂ. പരാത രോഗങ്ങൾക്കെതിരായ പോരാട്ടം. ഈ വിഷയത്തെ ആസ്പദമാക്കി കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പാരാസൈറ്റോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്യാമള കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഞാനും എൻ്റെ ഓമനയും. ഓമന മൃഗങ്ങളും പക്ഷികളുമില്ലാത്ത വീടുകൾ ഇന്നത്തെ കാലത്ത് ഇല്ല എന്ന് തന്നെ പറയാം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഒരൽപ്പം ആശ്വാസം ലഭിക്കാനുമൊക്കെ ഓമന മൃഗങ്ങളും പക്ഷികളുമൊക്കെ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാലങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യരുമായി വളരെയധികം ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. പ്രാവ് വളർത്തൽ ഒരു നേരമ്പോക്ക് എന്നതിനേക്കാൾ ഉപരി ഒരു കായിക വിനോദമെന്ന് വേണമെങ്കിൽ പറയാം. പ്രാവ് വളർത്തൽ വളരെ എളുപ്പവും ലാഭകരവുമായ ഒരു ബിസിനസ്സാണ്. ഒഴിവു സമയങ്ങളിൽ ആർക്കും ഈ പക്ഷികളെ വളർത്താനും പരിപാലിക്കാനുമൊക്കെ കഴിയും. പ്രാവ് വളർത്തലിനെയും അതിന്റെ സാധ്യതകളെയും കുറിച്ച് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ എക്സ്റ്റൻഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുബിൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് പ്രാവുകൾ. ഒരു പറ്റം പ്രാവുകളെ വാനിലേക്ക് പറത്തിവിടുമ്പോൾ എന്തൊരു ചേലാണല്ലേ. അത് ആകാശത്തിനു ഭംഗിയും കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് കുളിർമയും പകർത്തുന്നു. 5 തൊട്ട് 6 മാസം വരെ പ്രായമാകുമ്പോഴാണ് പ്രാവുകൾ വളർച്ചയെത്തുന്നത്. പിന്നീട് ഇണ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം മാസത്തിൽ 2 മുട്ടകൾ വീതം ഇടുന്നു. ആദ്യത്തെ മുട്ടയിട്ട് 2 ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ മുട്ടയിടുന്നത്. അമ്മപ്രാവും അച്ഛൻ പ്രാവും ഒരേപോലെ പാലൂട്ടുന്നു. ക്രോപ്പിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ആഹാരമാണ് പിന്നീട് പാലായി വായിലൂടെ പകർന്നു കൊടുക്കുന്നത്. ഇതിനെ ക്രോപ്പ് മിൽക്ക് എന്ന് പറയുന്നു.
ഇത്തരത്തിൽ 8 ആഴ്ചയോളം കുഞ്ഞുപ്രാവുകളെ സംരക്ഷിക്കുന്നത് അച്ഛനമ്മമാർ ചേർന്നാണ്. അതിനുശേഷം ഇവയെ വേർപെടുത്തുന്നു. നിസാരക്കാരായി തോന്നുന്ന പ്രാവുകളുടെ വൈവിധ്യവും അവയുടെ വിപണി മൂല്യവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 500 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇണചേരാൻ പ്രായമുള്ള ജോഡികളുടെ വില. അലങ്കാര പ്രാവുകൾ മുതൽ പ്രത്യേകം പരിശീലിച്ച കായിക വിനോദത്തിനുള്ള പ്രാവുകൾ, ഇറച്ചിപ്രാവുകൾ തുടങ്ങിയവയ്ക്കും മൂല്യം ഏറെയാണ്. പ്രാവ് വളർത്തൽ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനമായും അസുഖങ്ങൾ തന്നെയാണ്. പീജിയൻ മലേറിയ, സാൽമൊണല്ല, പാരാമിക്സോവൈറസ്, ഈക്കോളൈ, പീജിയൻ പോക്സ് തുടങ്ങിയവ അതിൽ ചിലത്. അതത് പ്രദേശത്തെ പ്രാവ് വിപണിയെക്കുറിച്ചുള്ള സാധ്യതകൾ കർഷകർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. തുച്ഛമായ സമയം മാത്രം ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ വനിതാ സംരംഭകർക്കും ഈ മേഖലയിൽ ഒരു വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അലങ്കാരത്തിന് പുറമെ മത്സരങ്ങൾക്കായി പ്രാവുകളെ വളർത്തുന്നവരുണ്ട്. അതിനായി അവയെ പ്രത്യേകമായി ഒരുക്കേണ്ടതുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമീകൃത ആഹാരവും പരിശീലനവും ആരംഭിക്കും. ചുരുക്കത്തിൽ പ്രാവ് വളർത്തൽ എന്നത് എപ്പോഴും വരുമാനം നൽകുന്ന ആകർഷകമായ ഒരു കൃഷിരീതി തന്നെയാണ്. എന്നാൽ ലാഭം ഉറപ്പാക്കാൻ ശാസ്ത്രീയമായ പരിചരണ മുറകളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ ചെറുപ്പക്കാരും സ്ത്രീകളും ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം തന്നെയാണ്. പ്രാവ് വളർത്തലിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ വളരെ വിരളമായതും പ്രാവുകൾക്ക് വരുന്ന അസുഖങ്ങൾ കൃത്യമായി മനസ്സിലാകാതെ പോകുന്നതും ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാതിരിക്കുന്നതും മരുന്നുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രാവ് വളർത്തലിൽ മുന്നിട്ടിറങ്ങുന്നവരിൽ പലരും വിനോദത്തിനു വേണ്ടിയാണ് ഈ മേഖലയിൽ വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ കോവിഡ് കാലത്ത് ഓമന മൃഗങ്ങളും അരുമ പക്ഷികളും വിപണി അടക്കിവാണിരുന്നു. ഓമന പക്ഷികളുമായി പെട്ടെന്ന് ഇണങ്ങിപ്പോകുന്നതിനാൽ തന്നെയായിരിക്കാം വർഷങ്ങളായി പലരും പ്രാവ് വളർത്തലിനെ വെറും ഒരു വിനോദമായി കണ്ടുവന്നിരുന്നത്. എന്നാൽ കോവിഡ് കാലഘട്ടം ഈ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. പ്രാവ് വളർത്തൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ എക്സ്റ്റൻഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുബിൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇന്നത്തെ വിഭവം. ഇനി നമുക്കൊരു ഭക്ഷ്യവിഭവം ഉണ്ടാക്കാം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരമായ ഭക്ഷണമാണല്ലോ പാലും പാലുൽപ്പന്നങ്ങളും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീഖണ്ഡ് എന്ന പാലുൽപ്പന്നത്തെക്കുറിച്ചാണ്. അത്യധികം പോഷക സമ്പുഷ്ടവും രുചിദായകവുമായ ശ്രീഖണ്ഡ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് വിശദമാക്കുകയാണ് കോലാഹലമേട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലിജിമോൾ ജെയിംസ്. നമ്മൾ പരിചയപ്പെടുന്ന പാലുൽപ്പന്നമാണ് ശ്രീഖണ്ഡ്. ഇന്ത്യയിൽ പരമ്പരാഗതമായി തയ്യാറാക്കി വന്നിരുന്ന ഒരു പുളിപ്പിച്ച പാലുൽപ്പന്നമാണിത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മധുര പലഹാരമാണിത്. പുളിയും മധുരവും ഒത്തുചേർന്ന രുചിയുള്ള നല്ല കട്ടിയുള്ളതും ക്രീമി ആയതുമായ ഈ പാലുൽപ്പന്നം തയ്യാറാക്കുന്നത് തൈരിൽ നിന്നുമാണ്. തൈരിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് തയ്യാറാക്കുന്ന ചക്ക എന്ന ഉൽപ്പന്നമാണ് ശ്രീഖണ്ഡിന്റെ നിർമ്മാണത്തിൽ അടിസ്ഥാന ചേരുവയായി ചേർക്കുന്നത്. ചക്കയ്ക്ക് സമാനമായി യോഗട്ടിൽ നിന്നും സെൻട്രിഫ്യൂഗേഷൻ വഴിയോ ഫിൽട്രേഷൻ വഴിയോ ജലാംശം നീക്കം ചെയ്താണ് വിപണിയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന ഗ്രീക്ക് യോഗട്ട് എന്ന വിഭവം തയ്യാറാക്കുന്നത്. ചക്ക തയ്യാറാക്കുന്നതിനായി തൈര് വൃത്തിയുള്ള ഒരു തുണിയിൽ, സാധാരണയായി നേർമയുള്ള മസ്ലിൻ തുണിയിൽ പൊതിഞ്ഞെടുത്ത് അതിനെ കിഴി രൂപത്തിൽ ജലാംശം മുഴുവനായി ഒഴുകിപ്പോകുന്നത് വരെ തൂക്കിയിട്ടാണ് ചക്ക തയ്യാറാക്കുന്നത്. കേടുകൂടാതെ ഇരിക്കുന്നതിനായി സാധാരണയായി താഴ്ന്ന ഊഷ്മാവിലാണ് ജലാംശം നീക്കം ചെയ്യുന്ന ഈ പ്രക്രിയ ചെയ്തു വരുന്നത്. വീടുകളിൽ ചെറിയ അളവിൽ തയ്യാറാക്കുമ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് തന്നെ ജലാംശം നീക്കം ചെയ്യുന്ന ഈ പ്രക്രിയ നമുക്ക് നടത്താവുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന ചക്കയിൽ കിട്ടിയ ചക്കയുടെ അളവിന്റെ 50% പഞ്ചസാരയും 1% ഏലക്കയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. സാധാരണയായി പഞ്ചസാരയും ഏലക്കയും പൊടി രൂപത്തിലാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആവശ്യാനുസരണം അണ്ടിപ്പരിപ്പും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും കൂടെ ഉപയോഗിക്കാവുന്നതാണ്.
ഇങ്ങനെ തയ്യാറാക്കിയ ശ്രീഖണ്ഡ് തണുപ്പിച്ച് ഉപയോഗിച്ചു വരുന്നു. കുങ്കുമപ്പൂ, ഏലക്ക, മാങ്ങ, ബദാം, പിസ്ത എന്നിങ്ങനെ വിവിധ രുചിഭേദങ്ങളിൽ ശ്രീഖണ്ഡ് വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. ആയവയ്ക്ക് 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെ സൂക്ഷിച്ചാൽ 6 മാസം വരെ സൂക്ഷിപ്പ് കാലാവധി ലഭിക്കാറുണ്ട്. ഭക്ഷ്യവിഭവമായ ശ്രീഖണ്ഡ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോലാഹലമേട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലിജിമോൾ ജെയിംസ്. ഏകാരോഗ്യം. മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒട്ടനവധി ബാക്ടീരിയകളും വൈറസുകളുമൊക്കെ ഈ ഭൂമുഖത്തുണ്ട്. അതിലൊന്നാണ് പഴംതീനി വവ്വാലുകളിൽ നിന്നും മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പകരുന്ന വൈറസ് രോഗമായ നിപ്പ. കേരളത്തിൽ ഈ അടുത്ത കാലത്താണ് നിപ്പ വൈറസ് ബാധ വീണ്ടും സ്ഥിരീകരിച്ചത്. നിപ്പ രോഗബാധയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെയാണ് ഇത് പകരുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരികയാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ വെറ്റിനറി പബ്ലിക് ഹെൽത്ത് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി സേതുലക്ഷ്മി. മനുഷ്യരിൽ തീവ്രമായ മസ്തിഷ്കജ്വരം ഉണ്ടാക്കാനാകുന്ന ജന്തുജന്യ വൈറസ് രോഗബാധയാണ് നിപ്പ. ഇന്ത്യയിൽ ആദ്യമായി 2001 വെസ്റ്റ് ബംഗാളിലെ സീലിഗറിയിലാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചത്. 2018 മെയ് മാസം കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗം സ്ഥിരീകരിച്ചു. അന്ന് ഏകദേശം 17 മരണങ്ങളും 18 സ്ഥിരീകരിച്ച കേസുകളും ഉണ്ടായിരുന്നു. പിന്നീട് എറണാകുളത്ത് ഒരൊറ്റ കേസ് മാത്രം 2019 ജൂൺ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ 2021 ഒരു മരണവും 2023 2 നിപ്പ മരണങ്ങളും സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സംസ്ഥാനത്ത് നിപ്പ കാരണമുള്ള 21ാമത്തെ മരണമാണ് 2024 ജൂലൈ 21 സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ നിപ്പയ്ക്ക് അന്ന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രോഗം എങ്ങനെ പകരുന്നു എന്ന് നമുക്ക് നോക്കാം. ടിറോപ്പസ് ഇനത്തിൽപ്പെടുന്ന വലിയ തരം പഴന്തീനി വവ്വാലുകളാണ് നിപ്പ രോഗവാഹകർ. NIVയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കാണപ്പെടുന്ന 12ഓളം പഴന്തീനി വവ്വാൽ ഇനങ്ങളിലാണ് നിപ്പ വൈറസ് ആന്റിബോഡി കണ്ടെത്തിയിട്ടുള്ളത്. രോഗം എങ്ങനെ പകരുന്നത് എന്ന് പരിശോധിക്കാം. ത്വരിതഗതിയിൽ മാറുന്ന കാലാവസ്ഥ, അതുപോലെ തന്നെ മാറുന്ന ആഹാര രീതി, അതുപോലെ അതിജീവന സാഹചര്യങ്ങൾ തുടങ്ങിയവ നിപ്പ പോലുള്ള വൈറസ് രോഗങ്ങൾ വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും പകരാൻ കാരണമാകുന്നു. അതുപോലെ വവ്വാലുകളുടെ മൂത്രം, ഉമിനീര്, മലം, ഗർഭസ്ഥ സ്രവങ്ങൾ എന്നിവയിൽ വൈറസ് കാണപ്പെടുന്നു. പഴന്തീനി വവ്വാലുകൾ സ്ഥിരമായി കാണുന്ന ഫലവൃക്ഷങ്ങളുണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള പന്നി ഫാമുകളിലെ പന്നികളിലും ഈ രോഗം വന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. രോഗബാധയേറ്റ മൃഗങ്ങളുടെ, അതായത് പന്നികളുടെ മൂത്രം, അതുപോലെ ഉമ്മനീര് എന്നിവയിൽ വൈറസ് പുറന്തള്ളപ്പെടുന്നു. ഇവയുമായി നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ ഈ സ്രവങ്ങളാൽ മലിനീകരിക്കപ്പെട്ട വസ്തുക്കളുമായി ഉള്ള സമ്പർക്കത്തിലൂടെയോ മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും രോഗം പകരാം. അതുപോലെ വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിച്ച പഴം, വവ്വാലുകളുടെ സ്രവങ്ങളാൽ മലിനീകരിക്കപ്പെട്ട പഴം എന്നിവ ഭക്ഷിക്കുന്നതിലൂടെയും രോഗം പടരാം. കൂടാതെ രോഗിയുമായി അടുത്തിടപഴകുന്നതും അവയുടെ സ്രവങ്ങളുമായി സമ്പർക്കവും മറ്റ് മനുഷ്യരിലേക്ക് രോഗം പകരാൻ കാരണമാകുന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ആശുപത്രി ചുറ്റുപാടുകളിൽ കൂടി രോഗം പകരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഈ രോഗം മൃഗങ്ങളിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് രോഗം വന്ന പന്നികളിൽ തലച്ചോറിനെയും ശ്വാസകോശത്തെയും രോഗം ബാധിക്കാം. അതുകൊണ്ട് തന്നെ അതിനെ പോർസൈൻ റെസ്പിറേറ്ററി ന്യൂറോളജിക്കൽ സിൻഡ്രോം അല്ലെങ്കിൽ പോർസൈൻ റെസ്പിറേറ്ററി എൻസെഫലൈറ്റിക് സിൻഡ്രോം, ബാർക്കിംഗ് പിഗ് സിൻഡ്രോം എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു. അതുപോലെ പന്നികളിൽ അവയുടെ പ്രായം, ആരോഗ്യം എന്നിവ അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നുണ്ട്.
പന്നിക്കുട്ടികളിൽ മരണം ഉണ്ടാകാറുണ്ട്. മറ്റു വളർത്തുമൃഗങ്ങളിൽ രോഗബാധയെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. എന്നാൽ പട്ടി, കുതിര, പൂച്ച എന്നിവയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. ഇതിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ നിയന്ത്രണ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. പന്നി ഫാമുകളിൽ കൃത്യമായ ബയോസെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് ഫലപ്രദമായ പ്രതിരോധ മാർഗം. നിലവിൽ പ്രതിരോധ കുത്തിവെപ്പുകൾ ലഭ്യമല്ല. പന്നികൾ വവ്വാലുകളുമായി നേരിട്ടോ അല്ലെങ്കിൽ അവയുടെ സ്രവം, ഉപേക്ഷിച്ച പഴങ്ങൾ തുടങ്ങിയവയുമായി സമ്പർക്കം പുലർത്തുന്ന സാഹചര്യം ഒഴിവാക്കുക, ത്വരിതഗതിയിൽ രോഗനിർണയം നടത്തുകയും സജീവ നിരീക്ഷണം നടത്തുകയും അതുപോലെ തന്നെ സീറോ പോസിറ്റീവായ പന്നികളെ കൃത്യമായി ഒഴിവാക്കുന്നതും മറ്റു മൃഗങ്ങളിലേക്ക് അവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുന്നത് തടയാം. രോഗം സ്ഥിരീകരിച്ച മൃഗങ്ങളെ കുഴിച്ചു മൂടി അവിടം നമ്മൾ ക്ലോറിനേറ്റഡ് ലൈം ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്യണം. അതുപോലെ രോഗബാധയേറ്റ ഫാമുകളിലെ വസ്തുക്കൾ ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കണം. പിന്നെ ഇത് 60 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ 1 മണിക്കൂറിനുള്ളിൽ ഈ വൈറസ് നിർജീവമാക്കും. അതുപോലെ സ്പിരിറ്റ്, സോഡിയം ഹൈപ്പോക്ലോറേറ്റ് തുടങ്ങിയവ വൈറസുകളെ നശിപ്പിക്കാൻ ഉതകുന്നവയാണ്. രോഗബാധയേറ്റ ഫാമുകളിലെ തൊഴിലാളികളിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കുകയും അവർ നിർബന്ധമായും സുരക്ഷാ കവചം ഉപയോഗിക്കുകയും ചെയ്യണം. പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രം ഉപയോഗിക്കുക. വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗപരിചരണ സമയത്ത് രോഗം വായുവിലൂടെ പകരാതിരിക്കാനും ശ്രദ്ധിക്കുക. നിപ്പ രോഗബാധയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ വെറ്റിനറി പബ്ലിക് ഹെൽത്ത് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി സേതുലക്ഷ്മി. അറിയിപ്പുകൾ. ബിരുദാനന്തര അക്കാദമിക് പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികളെയും ഡയറി വെറ്റിനറി ഫാക്കൽറ്റികളെയും പിന്തുണയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷണ ഡയറി സംസ്കരണ യൂണിറ്റാണ് മണ്ണൂത്തിയിൽ പ്രവർത്തിക്കുന്ന കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡയറി പ്ലാന്റ്. പാൽ സംസ്കരണ മേഖലയിലും വിവിധ പാൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിലും പ്രായോഗിക പരിശീലനം നൽകുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ ഡയറി ടെക്നോളജി, ഡയറി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കുള്ള പ്രാക്ടിക്കൽ ക്ലാസുകൾ ഇവിടെ നടത്തുന്നു. കൂടാതെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഡയറി പ്ലാന്റ് സ്റ്റൈപ്പൻഡറി പരിശീലനം, സ്പോൺസേഡ് പരിശീലനം, പ്രായോഗിക പരിശീലനം തുടങ്ങിയ വിവിധ പരിശീലന പരിപാടികൾ വാഗ്ദാനം ചെയ്യുന്നു. ഡയറി സംസ്കരണത്തിന്റെ വിവിധ മേഖലകളിൽ സംരംഭകർക്ക് വിദഗ്ധ ഉപദേശവും നൽകുന്നുണ്ട്. വിവിധ പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള സൗകര്യങ്ങളും പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ യൂണിറ്റിൽ വിവിധ പരിശീലന പരിപാടികൾ സ്റ്റൈപ്പൻഡ് അടിസ്ഥാനത്തിലോ പണം നൽകിയുള്ള രീതിയിലോ നടത്തുന്നു. മൂല്യവർദ്ധനയിലും മെഷീൻ പ്രവർത്തനങ്ങളിലും ഈ യൂണിറ്റ് വിദഗ്ധോപദേശം നൽകുന്നു. കൂടാതെ കർഷകർക്കും ക്ഷീര സംരംഭകർക്കും അവരുടെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു വേദിയായി ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററായും ഇത് പ്രവർത്തിക്കുന്നു. VHSC യോഗ്യതയുള്ളവർക്കുള്ള പാലിന്റെ ഗുണനിലവാര ഉറപ്പുവരുത്തലും പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കലും, ITI പാസ്സായവർക്കുള്ള ക്ഷീര ഉപകരണങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും, തൊഴിൽ രഹിതർക്കുള്ള പാൽ കൈകാര്യം ചെയ്യുന്നതിലും സംസ്കരിക്കുന്നതിലും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലുമുള്ള ശുചിത്വ രീതികൾ, ബിരുദധാരികൾക്കുള്ള ക്ഷീര വ്യവസായത്തിലെ ഇൻസ്ട്രുമെന്റേഷൻ, ഗുണനിലവാര നിയന്ത്രണവും തുടങ്ങിയ പരിശീലന ക്ലാസുകളും ഇവിടെ നടത്തിവരുന്നു. കേരള വെറ്ററിനറി ആനിമൽ സയൻസസ് സർവകലാശാല വയലും വീടും ജീവനാദം പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ. വയലും വീടും സമാപിക്കുന്നു.